അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ സെക്ഷൻ ബി പാർട്ടിലുള്ള മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ സെക്ഷൻ ബി ആസ് വെൽ ആസ് സെക്ഷൻ ഡിയിൽ ഒരുപാട് തിയറി വരുന്ന ടോപ്പിക്കാണ്. ഒരുപാട് തിയറീസ് ഉള്ള ടോപ്പിക്കാണ്. എന്ന് മാത്രമല്ല തിയറി നിങ്ങളുടെ എക്സാമിനേഷന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് തന്നെ തിയറി എടുത്തിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുക്കുന്നു. മ്യൂച്വൽ ഫണ്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മ്യൂച്വൽ ഫണ്ടിലെ തിയറി നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ള ചെറിയൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ പരസ്യമൊക്കെ കാണുന്നുണ്ടാവും. മ്യൂച്വൽ ഫണ്ട് സഹി ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് മനോരമ പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ, മനോരമ പത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ സച്ചിന്റെയും ധോണിയുടെ ഒക്കെ പരസ്യം വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം കാണുന്നുണ്ടാവും. അപ്പോൾ എന്താ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ആക്ച്വലി പ്രാക്ടിക്കൽ വേൾഡിൽ നടക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതേപോലെ ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അതേപോലെ SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, ഇതെല്ലാം പഠിക്കാനുണ്ട്. അതെല്ലാം തിയറി ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ തിയറിയുടെ മുൻപ് നമ്മൾ ആദ്യം പ്രോബ്ലംസ് ചെയ്യുന്നു. പ്രോബ്ലംസ് കറക്റ്റ് ആക്കിയതിനു ശേഷം പെട്ടെന്ന് നമുക്ക് തിയറി ഡിസ്കസ് ചെയ്യാം. അപ്പോ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകളുടെ അടുത്തുനിന്ന് ക്യാഷ് കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്ത ക്യാഷ് ഉപയോഗിച്ചിട്ട് ഷെയർ വാങ്ങിക്കുകയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഷെയർ മാത്രമായിരിക്കില്ല, അവിടെ ഡിബഞ്ചർ വാങ്ങിക്കാം, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിക്കാം, അത് വാങ്ങിക്കുകയും ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുന്ന ഇൻകം, അതേപോലെ തന്നെ അവിടെ ഒരുപക്ഷെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവാം, അത് തിരിച്ച് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് AMC, അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ഇപ്പോൾ HDFC മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും. അപ്പോൾ HDFCക്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് കുറെ എക്സ്പെൻസ് ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ടിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ അല്ലെങ്കിൽ അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണെങ്കിൽ മന്ത്ലി 500 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ 5000 ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ വെറും 5000 ഉള്ളെങ്കിൽ, വെറും 5000 ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പൊ റിലയൻസിന്റെ ഷെയർ ആണെങ്കിൽ 1600 1700 രൂപയാണ് റിലയൻസിന്റെ ഷെയർ വരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹാർഡ്ലി ഒരു 3 ഷെയറേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിലപ്പുറം വാങ്ങിക്കാൻ പറ്റില്ല, ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള നോളേജ് ഇല്ലെങ്കിൽ, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നോളേജ് ഇല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യത കൂടുതലാണ്, ലോസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെയാണ് AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പ്രസക്തി വരുന്നത്. ഓക്കെ, അപ്പൊ വോയിസ് കട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു പരാതി ഒരു സ്റ്റുഡന്റിന് ഉണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ്, ബാക്കിയുള്ളവർക്കും ആ പരാതി ഉണ്ടോ? വോയിസ് ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ, റിലയൻസ് ഇന്ന് 2305 പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, വോയിസ് ഇഷ്യൂസ് ഇല്ല. ഓക്കെ, അപ്പൊ ആ സ്റ്റുഡന്റിന്റെ മാത്രം പ്രശ്നമാണ്, ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വോയിസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അധിക സ്റ്റുഡൻസിന് വോയിസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, കട്ടാവുന്നുണ്ട്. ഓക്കെ, വേറെ ഉള്ളവർക്ക് കുറച്ച് പേർക്ക് അപ്പോ കട്ടാവുന്നുണ്ട്. ശരി, അപ്പോൾ 1-2 പേർക്കാണ് അത് കട്ടാവുന്നുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഇതൊരു പക്ഷേ കട്ടാവാൻ സാധ്യത. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ 2 പേർക്ക് കട്ടാവുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ കൂടുതൽ പേർക്ക് കട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷേ നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ ഇഷ്യൂസ് ആയിരിക്കാം. ഇത് എനിവേ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡിങ്ങിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കും ചെയ്യാം. റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
റെക്കോർഡിങ് ഇത് വലിയ ഫയലായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചാനലിലായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ആ ചാനൽ ഒരു പബ്ലിക് ചാനലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അയച്ചു തരാം. റെക്കോർഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം റെക്കോർഡിംഗ് ആണെങ്കിൽ ഒന്നാമത് നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഇത് കാണുന്നത്, ഫാക്കൽറ്റിനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനിലൂടെയാണ് കാണുന്നത്. ഞാൻ നിങ്ങളെ കാണുന്നില്ല, ഇന്ററാക്ഷൻ വളരെ കുറവാണ്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, അപ്പൊ ഇന്ററാക്ഷൻ ഒക്കെ കുറവാവുന്നത് കാരണം ഓൾറെഡി ബോറിംഗ് ആയിരിക്കും. രണ്ടാമത്തത് നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, ക്ഷീണിച്ചിട്ടുണ്ടാവും, അത് വേറൊരു പ്രശ്നം. അതും കൂടാതെ ഇത് റെക്കോർഡിംഗും ആണെങ്കിൽ 10 മിനിറ്റിലധികം നിങ്ങളിത് കേൾക്കില്ല, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനും പറ്റില്ല, ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ റെക്കോർഡിംഗ് ഒഴിവാക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം മ്യൂച്വൽ ഫണ്ടിനുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങളൊരു 5,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 ആളുകളുടെ അടുത്തുനിന്ന് ഇവർ 5,000 ഇൻവെസ്റ്റ് വാങ്ങിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആനുവൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ അടുത്ത് എന്തുണ്ടാവും, കോടിക്കണക്കിന് രൂപ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ഷെയറിലല്ലാതെ മൾട്ടിപ്പിൾ ഷെയർസിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ടെക്നിക്കലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ഒക്കെ അറിയുന്ന എക്സ്പേർട്സ് ആണ്, ക്വാളിഫൈഡ് ആളുകളാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് കാരണം അവരിതൊരു ബിസിനസ് ആണ്. അവർ എന്ത് ചെയ്യും, ഒരു എക്സ്പെൻസ് ചാർജ് ചെയ്യും. അത് നിങ്ങളുടെ ഫണ്ടിൽ നിന്നാണ് എക്സ്പെൻസ് ചാർജ് ചെയ്യുക. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്, ഇന്ന് ഡേ 1 നമ്മൾ പഠിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. 2, നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. 3, എക്സ്പെൻസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. 4, ആവറേജ് വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ പാർട്ടിസിപ്പൻസിന്റെ അനോട്ടേഷൻ ഡിസേബിൾ ചെയ്തിട്ടില്ല, അതൊന്ന് ഡിസേബിൾ ചെയ്യട്ടെ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. Find out net asset value per unit from the following information of scheme Grow Money. ഈ സ്കീം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ട് ബൈ HDFC അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ബൈ ICIC എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി. ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും, ബ്ലൂ ചിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓരോ മ്യൂച്വൽ ഫണ്ടിനും ഓരോ പേരുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ പേരാണ് ഗ്രോ മണി എന്നുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഫൈൻഡ് ഔട്ട് നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ സ്കീം ഓഫ് ഗ്രോ മണി. നെയിം ഓഫ് സ്കീം ഗ്രോ മണി. സൈസ് ഓഫ് ദ സ്കീം ₹250 lakh എന്ന് പറഞ്ഞാൽ 250 lakh ആണ് അത്രയും ഫണ്ട് അതിലുണ്ട്. ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് 10 lakh. നമ്പർ ഓഫ് ഷെയർസ് 2.5 lakhs. അപ്പൊ പെട്ടെന്ന് സ്റ്റുഡൻസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, 2.5 lakhs ഇൻറ്റു 10 25 lakh ആണല്ലോ, പിന്നെ എങ്ങനെ 250 lakh വരുന്നത്? അത് എങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. മാർക്കറ്റ് വാല്യൂ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ് 160 lakh. ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ് ഇൻ ഹാൻഡ് 1 lakh. റിസീവബിൾ 3 lakh. ലയബിലിറ്റി 1.2 lakh. അപ്പൊ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് നെറ്റ് അസറ്റ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ഫോർമുല തന്നെയുണ്ട്, നെറ്റ് അസറ്റ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് OneNote എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ.
Okay. For question number 1, find out net asset value per unit from the following information scheme of grow money. അപ്പോൾ ആദ്യം ഫോർമുല എഴുതി വെക്കൂ, നെറ്റ് അസറ്റ് വാല്യൂയുടെ ഫോർമുല. അപ്പോൾ നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് net asset value equal to total asset minus liability, total liability divided by number of shares. But this equal to total asset എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആളുകളുടെ അടുത്ത് നിന്ന് എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആ വാങ്ങിച്ച എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്? 160 ലാഖിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് അസറ്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്. പിന്നെ ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ് ഇൻ ഹാൻഡ് 1 ലാഖ് ഉണ്ട്. ഒരു ഡൗട്ടും വേണ്ട, ഇത് അസറ്റ് ആണ്. റിസീവബിൾസും അസറ്റ് ആണ്. അപ്പൊ ടോട്ടൽ ഈ മ്യൂച്വൽ ഫണ്ടിന് എത്ര അസറ്റ് ഉണ്ട്? 160 പ്ലസ് 1 പ്ലസ് 3 164 ലാക്സിന്റെ അസറ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ അസറ്റ് ഈക്വൽ ടു 164 ലാക്ക് മൈനസ് ലയബിലിറ്റി. എത്ര ലയബിലിറ്റി? 1.2 ആണ് ലയബിലിറ്റി. minus 1.2 divided by number of shares. എത്ര number of shares ഉള്ളത്? 2.5 lakhs ആണ് number of shares ഉള്ളത്. But divided by 2.5 lakhs. So equal to, ഇവിടെ calculator എടുത്ത് നോക്കുക, 164 minus 1.2 divided by 2.5 equal to 65.12. ഇത് എന്താണെന്നുള്ളത് കൂടി പറഞ്ഞു തരാം. ഈക്വൽ ടു 65.12. അപ്പൊ എന്താ ഈ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്? നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ ആണ് 65.12. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമോ? ആൻസർ യെസ് ആണ്. മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് വിൽക്കാം. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം എത്ര കിട്ടണം? മാർക്കറ്റ് വാല്യൂ 65.12 ആണ്. അപ്പൊ ഇതാണ് നെറ്റ് അസറ്റ് വാല്യൂ. അപ്പോൾ ഇതിൽ കുറയാം, ഇതിൽ കൂടാം. അപ്പോൾ മാർക്കറ്റിൽ പക്ഷേ ഇതെല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് അസറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഷെയറിന് എത്രയാണ് ഉള്ള വാല്യൂ എന്നാണ് നോക്കുന്നത്. മാർക്കറ്റിലെ റേറ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആവാം. അപ്പോൾ ഈ നെറ്റ് അസറ്റ് വാല്യൂ 65.12 എങ്കിലും നമുക്ക് കിട്ടണം. ഇതിൽ കുറവാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ മ്യൂച്വൽ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. ഇതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ മ്യൂച്വൽ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. ഈ മ്യൂച്വൽ ഫണ്ട് എപ്പോഴാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക? ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ക്യാഷ് ഉപയോഗിച്ചിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ ഇൻവെസ്റ്റ് ചെയ്തത് ഡിസിഷൻ കറക്റ്റ് ആണെങ്കിൽ ആ ഷെയറിന്റെ ഒക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ ഇത് എഴുതിയെടുത്തോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സസിലെല്ലാം ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ എൻഡ് ചെയ്തതാണ്. നമ്മുടെ മാർച്ച് 10-നാണ് ആക്ച്വലി സ്കൂളുകളും കോളേജുകളും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ ക്ലോസ് ചെയ്തത്. അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ACCക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, CMAക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏപ്രിൽ ഒരു മിഡ് തൊട്ട്, ഏപ്രിൽ ആണോ മെയ് ആണോ എനിക്കറിയില്ല, യെസ് ഏപ്രിൽ മിഡ് തൊട്ട് ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ഓൺലൈൻ ക്ലാസ് നിങ്ങൾ സാധാരണ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണം. സിനിമ കാണുന്നത് പോലെ, TV കാണുന്ന പോലെ വെറുതെ റിലാക്സ് ചെയ്തിട്ട് പോപ്കോണും കുറച്ചുകൊണ്ടിരിക്കരുത്. സീരിയസ് ആയിട്ട് വന്ന് ഇരിക്കണം. എന്ന് പറഞ്ഞാൽ കയ്യിലൊരു നോട്ടും പെന്നും കാൽക്കുലേറ്ററും ഒക്കെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത് എഴുതി തീർന്നിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. തീർന്നുള്ള ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് പറയണേ. ഓക്കെ, ഡൺ, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2.
The following portfolio details of a mutual fund scheme are given below. PQRS. Number of shares 4 lakhs. Adinte price 45. Q 6 lakhs, price 50. R 8 lakh, price 25. S 12 lakh, price 30 ആണ്. Scheme has accrued expense towards portfolio managers of 6 lakh. There are 80 lakh shares outstanding. Find out NAV per unit of the scheme ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് ഓഫ് സ്കീം ആണ് നമ്മളോട് ഇവിടെയും ചോദിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും എന്താ ചോദിക്കുന്നത്? നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് ഓഫ് സ്കീം. അപ്പൊ നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട് ആക്ച്വലി അത് കണ്ടുപിടിക്കാൻ. അപ്പൊ രണ്ട് ഫോർമുല ഞാൻ കാണിച്ചു തരികയാണ്. തൊട്ട് മുകളിലുള്ള ഫസ്റ്റ് നിങ്ങളുടെ നെറ്റ് അസറ്റ് വാല്യൂ, ഒരെണ്ണം ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇനി അതല്ല നിങ്ങൾക്ക് എക്സ്പെൻസ് തരികയാണെങ്കിൽ ടോട്ടൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അസറ്റ് മൈനസ് ലയബിലിറ്റി ആണ്. നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ എത്രയുണ്ട്? മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരുന്നത് അസറ്റും ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് തന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞു? നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പോർട്ട്ഫോളിയോ ആണ് തന്നിരിക്കുന്നത്. പോർട്ട്ഫോളിയോ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇപ്പൊ തന്നിരിക്കുന്ന രണ്ടാമത് യൂസ് ചെയ്ത ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് ഈക്വൽ ടു ടോട്ടൽ പോർട്ട്ഫോളിയോ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2 എടുക്കൂ, ഒന്നുകൂടി വായിക്കൂ. ടോട്ടൽ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ്, നെറ്റ് അസറ്റ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? NAV ഈക്വൽ ടു പോർട്ട്ഫോളിയോ ആകുമ്പോൾ ഈക്വൽ ടു ടോട്ടൽ പോർട്ട്ഫോളിയോ മൈനസ് expenses divided by number of shares. This equal to, അപ്പോൾ പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 4 lakh നമ്പർ ഓഫ് ഷെയർസ് 4 lakh ആണ്. ഇൻറ്റു 45, ഒരു ഷെയറിന്റെ പ്രൈസ് 45. അങ്ങനെയാണെങ്കിൽ 4 ലക്ഷം ഷെയറിന്റെ പ്രൈസ് എത്രയായിരിക്കും? 180 lakhs ആയിരിക്കും. നെക്സ്റ്റ്, ക്യൂ എന്ന് പറയുന്ന സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ 6 lakh ഷെയർസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ടിന്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ 6 lakh ഷെയർസിന്റെ പ്രൈസ് 6 into 50 300. 8R എന്ന് പറഞ്ഞ ഷെയർ 8 ലക്ഷം ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിന്റെ പ്രൈസ് 25 ആണ്. സോ 25 into 8 200. നെക്സ്റ്റ്, എസ് എന്ന് പറഞ്ഞ ഷെയർ 12 ലക്ഷം ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിന്റെ പ്രൈസ് 30 ആണ്. അപ്പൊ 360. അപ്പൊ ടോട്ടൽ എത്രയാണ് പോർട്ട്ഫോളിയോ? 180 പ്ലസ് 300 480 പ്ലസ് 200 680 പ്ലസ് 360 1040 ആണ് ടോട്ടൽ പോർട്ട്ഫോളിയോ ഉള്ളത്. ഈക്വൽ ടു 1040. സോ ടോട്ടൽ പോർട്ട്ഫോളിയോ 1040 lakh മൈനസ് എക്സ്പെൻസ്, എത്ര എക്സ്പെൻസ്? 6 lakh ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് ഉള്ളത് എത്ര? നമ്പർ ഓഫ് ഷെയർസ് ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഷെയർസ് ഇനി ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണേ, ഇവിടെയാണ് തെറ്റുന്നത്. അപ്പൊ ഞാനിത് രണ്ടും ഇനി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ ഈ നമ്പർ ഓഫ് ഷെയർസ് ഇങ്ങനെ ടോട്ടൽ എടുക്കുന്നുണ്ട്. ടോട്ടല് 4 plus 6 10 plus 8 18 plus 12 lakh 30 lakhs. ഇതല്ല നമ്പർ ഓഫ് ഷെയർസ്. ഇത് എന്ത് നമ്പർ ഓഫ് ഷെയർസ് ആണ്? ഇത് നമ്മുടെ ഒരുപാട് ആളുകളുടെ അടുത്തുനിന്ന്, മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന്റെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിച്ച്
നമ്മുടെ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത ഷെയർസ് ആണ്. പി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്യൂ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ്. നമ്മൾ നോക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എത്ര നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. എത്ര നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ടാ? 80 lakh ഷെയർസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പൊ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അവിടെ നോക്കിയിട്ട് 30 എന്ന് പറയരുത്, പകരം എന്ത് പറയണം? 80 lakh ഷെയർസ് ആണ്. ഇതാണ് ഇവിടെ തെറ്റിക്കുന്ന ഒരു കാര്യം. അപ്പൊ തെറ്റിക്കുന്ന കാര്യം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. 80 lakh ആണ് എടുക്കേണ്ടത്, ഏതല്ല 30 അല്ല. അപ്പൊ 1040 minus 6 divided by 80 equal to 12.925 per unit ആണ്. Equal to rupees 12.925 അല്ലെങ്കിൽ 925 per unit. ഇതാണ് നെറ്റ് അസറ്റ് വാല്യൂ per unit. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ചെയ്തു. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ അസറ്റും ലയബിലിറ്റിയും തരുമ്പോൾ എങ്ങനെ NAV കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോർട്ട്ഫോളിയോ തന്നിട്ടുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് ഒക്കെ വാങ്ങിച്ചിട്ട് ഏതൊക്കെ ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ എക്സ്പെൻസിന്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് NAV കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അപ്പൊ എഴുതിയെടുത്തോളൂ. തീർന്നു കഴിഞ്ഞാൽ ഡൺ എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഡൺ. ഈ ആൻസർ ചെയ്യുന്നതും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുവേ. പക്ഷെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എഴുതിയെടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഞാനിവിടെ കുറെ കുത്തിക്കുറിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ എന്താന്നുള്ളത് പോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ബെനിഫിറ്റിനാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിലും നിങ്ങളുടെ സ്വന്തം ബെനിഫിറ്റിനാണ് പറയുന്നത്. ഇവിടെ ഞാൻ കുറെ കുത്തിക്കുറിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ നോട്ടില്. 50 lakhന്റെ ഷെയർ പ്രൈസ് എന്താക്കും? ഏതാണ് ഈ 50 lakhന്റെ ഷെയർ പ്രൈസ്? ഓക്കെ, 30 lakhന്റെയും 80 lakhന്റെയും ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ വീണ്ടും എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഡൗട്ട് ഒക്കെ ഉള്ളത് കാരണം മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ബേസ് മനസ്സിലാകാത്തതിന്റെ ഇഷ്യൂ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നു. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഇന്ന് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത് 27 സ്റ്റുഡൻസ് ആണ്. എന്നെയും ചേർത്ത് 28 ആണ്. ഇപ്പൊ 27 സ്റ്റുഡൻസ് ഉണ്ട് ഈ ക്ലാസ്സിൽ. ഇപ്പൊ നിങ്ങൾ 27 സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി റൺ ചെയ്യുന്നു, AMC റൺ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു പോളിസി ഉണ്ടെന്ന് വിചാരിക്കുക. ബ്ലൂ ചിപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്താ ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള വലിയ കമ്പനീസ് ആണ്. റിലയൻസ് പോലെ, ടാറ്റ പോലെ വലിയ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടുണ്ട്, ലംസം സ്കീമാണ്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ആണ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മ്യൂച്വൽ ഫണ്ട് എൻ്റെ ഒരു പുതിയ സ്കീം ഉണ്ട്, ബ്ലൂ ചിപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീം ഉണ്ട്. അപ്പൊ 10 ബ്ലൂ ചിപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ സ്കീം. ടോപ്പ് 10 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഈ ക്യാഷ് കൊണ്ട് ടോപ്പ് 10 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം റിലയൻസിന്റെ ഒരു ഷെയർ തന്നെ 2000 രൂപയായിരിക്കും. എന്ന് പറഞ്ഞാൽ റിലയൻസിന്റെ ആ റേഞ്ചിലുള്ള 2 or 3 കമ്പനീസേ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എൻ്റെ മ്യൂച്വൽ ഫണ്ടിന് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ നിങ്ങൾ എൻ്റെ കമ്പനിയിൽ വന്നു. ഞാൻ എൻ്റെ കമ്പനിയിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, ഒരു ബ്രോക്കർ ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്തു. ഒരു യൂണിറ്റ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? ഈച്ച് ആൻഡ് എവറി സ്റ്റുഡന്റിന് ഒരു യൂണിറ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എനിക്ക് എത്ര ക്യാഷ് കിട്ടും? ഒരു സ്റ്റുഡന്റ് ഒരു യൂണിറ്റ് ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് 5000 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് 5000 തരുന്നു. ഇതാ സാറേ പിടിച്ചോ, ഇൻവെസ്റ്റ് ചെയ്തോ ഓൺ ബിഹാഫ് ഓഫ് അസ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻറ്റു 27 സ്റ്റുഡന്റ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ 1,35,000 ഷെയർസ് ഉണ്ട്. 1,35,000 റുപ്പീസ് എൻ്റെ കയ്യിലുണ്ട്.
ഓക്കെ, 1,35,000 എൻ്റെ കയ്യിലുണ്ട്. ഇനി അപ്പോ എത്രയാണ് മ്യൂച്വൽ ഫണ്ട് ഉള്ളത്? മ്യൂച്വൽ ഫണ്ടിന്റെ എണ്ണം എത്രയാ? 27 നമ്പേഴ്സ് ആണ്. ഡൗട്ട് ഇല്ലല്ലോ. മ്യൂച്വൽ ഫണ്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് 27 നമ്പേഴ്സ് ആണ്. ഞാൻ എത്ര മ്യൂച്വൽ ഫണ്ട് വിറ്റു? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മ്യൂച്വൽ ഫണ്ട് വിറ്റു, 27 നമ്പേഴ്സ്. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾ ഇതൊന്ന് കൂട്ടുന്നു. അപ്പൊ ഞാൻ ഈ ക്യാഷ് നിങ്ങൾ തന്ന 1 lakh, നിങ്ങൾ ഓരോരുത്തരും തന്ന 5,000, അങ്ങനെ 27 സ്റ്റുഡൻസ് ചെയ്ത് 1,35,000 യൂസ് ചെയ്ത് ഞാൻ കുറെ കമ്പനീസിന്റെ ഷെയർ വാങ്ങിക്കുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങളുടെ ഈസി പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ കമ്പനിയുടെ എണ്ണം ഒന്ന് കുറയ്ക്കുന്നുണ്ട്, 3 ആക്കുന്നുണ്ട്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ഷെയറിന്റെ പ്രൈസ് ഞാനൊരു 2,000 കാണിക്കുന്നുണ്ട്. ടാറ്റയുടെ ഒരു ഷെയറിന്റെ പ്രൈസ് 3,000 കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിർളന്റെ ഒരു ഷെയർ 1,000 കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ റിലയൻസിന്റെ ഒരു 40 ഷെയർ വാങ്ങിച്ചു. അപ്പൊ 2,000 ഇൻറ്റു 40 ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തു? നിങ്ങൾ തന്നിരിക്കുന്നത് ഷെയർസ് ആണ്. തന്നിരുന്നതിൽ 80,000 റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ടാറ്റയുടെ ഒരു 10 ഷെയർസ് ആണ് വാങ്ങിച്ചത്. അപ്പൊ 3,000 ഇൻറ്റു 10 30,000, 1,10,000. ബാലൻസ് ഒരു 20 ബിർളയുടെയും വാങ്ങിച്ചു, 20,000. അപ്പൊ ടോട്ടൽ ഞാൻ എത്ര നിങ്ങളുടെ 1,35,000 സ്പെൻഡ് ചെയ്ത്? 1,10,000 പ്ലസ് 20, 1,10,000 പ്ലസ് 20, 1,30,000 ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് റുപ്പീസ്. ഒരു 5,000 അവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ബാക്കി വെച്ചിരിക്കുകയാണ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് നോക്കുന്ന സമയത്ത് എത്ര ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്? 50 പ്ലസ് 20 70 ഷെയർസ് ഉണ്ട്. ഓക്കെ, 70 ഷെയർസ് ഉണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ. റിലയൻസിന്റെ 2,000 ഷെയർസ്, ഈച്ച് ക്യാരിങ് 40. തൊട്ട് മുകളിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. പിയുടെ 4 ലക്ഷം ഷെയർസ്, ക്യൂയുടെ 6 ലക്ഷം ഷെയർസ്, ആറിന്റെ 8 ലക്ഷം ഷെയർസ്, എസിന്റെ 12 ലക്ഷം ഷെയർസ് പ്രൈസും തന്നിട്ടുണ്ട്. അപ്പൊ അതിന് പകരം ഇവിടെ എന്തായിട്ട് കാണിച്ചു? റിലയൻസിന്റെ 2,000 ഷെയർസ്, സോറി, റിലയൻസിന്റെ 40 ഷെയർസ്, ടാറ്റയുടെ 10 ഷെയർസ്, ബിർളയുടെ 20 ഷെയർസ്. ഇത് എന്തു തന്നു? പ്രൈസും തന്നു. അപ്പൊ നമ്മളിപ്പോ ചെയ്ത അതേപോലെ തന്നെ. അപ്പൊ ഇതിന്റെ നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. പോർട്ട്ഫോളിയോ ആണ് തന്നിരിക്കുന്നത്, അസറ്റും ലയബിലിറ്റിയും അല്ല തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? എന്താ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5,000 യൂസ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ക്യാഷ് അത് എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് പോർട്ട്ഫോളിയോ. അപ്പൊ എന്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ടാറ്റ ആൻഡ് ബിർളയാണ് പോർട്ട്ഫോളിയോ. അപ്പൊ ടോട്ടൽ പോർട്ട്ഫോളിയോ എത്രയുണ്ട്? 1,30,000 ഉണ്ട്. ഡിവൈഡഡ് ബൈ 70 അല്ല ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ് ചെയ്യുക. നമ്പർ ഓഫ് ഷെയർസ് അല്ല, നമ്പർ ഓഫ് യൂണിറ്റ്സ്. എത്ര യൂണിറ്റ്സ് ഉണ്ട്? 27 യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ 1,30,000 ഡിവൈഡഡ് ബൈ 27 ഈക്വൽ ടു 4814.8. ഇത് എക്സാക്ട് ആയിട്ട് ഇതല്ല ആൻസർ വരിക, ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എടുക്കേണ്ടത് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പൊ ബാലൻസ് എവിടെ കാണിക്കുക? എവിടെയും കാണിക്കില്ല. ഈ 30 lakhs എന്ന് പറയുന്നത് എന്റെ ഈ 70 lakhs, അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ നോക്കേണ്ടത്? എത്ര യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ആണ് അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മുടെ ഒരു ഇതും കൂടി ഞാൻ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഇടയ്ക്ക് ഇങ്ങനെ അയച്ചു തരും. എൻ്റെ വീഡിയോസ് ആയിരിക്കില്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്, 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റിന്റെ ഒക്കെ വീഡിയോസ്. ഇത് പറയുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു തരണേ. SFM ആക്ച്വലി അതിന് ആരും മറുപടി തന്നില്ല. SFM സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ 40ന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ ഇത്? അത് ഓൾറെഡി ക്ലാസ് റണ്ണിങ് ആണോ? ഫസ്റ്റ് ക്ലാസ് അല്ല, റണ്ണിങ് ആണ്. ഓക്കെ, ശരി, ഗുഡ്. ഇപ്പൊ നിങ്ങളുടെ അപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് കഴിഞ്ഞു ഒന്ന് ടൈപ്പ് ചെയ്യണേ. തീർന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക്സ് ഒന്ന് എവിടെ എത്തി എന്നുള്ള A and C are റണ്ണിങ്. ഓക്കെ, അപ്പൊ അതിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ചെയ്യുന്നു. ഓക്കെ, ബഡ്ജറ്റിംഗ് ആൻഡ് ലീസിംഗ്, പോർട്ട്ഫോളിയോ, ഗുഡ്. ഓക്കെ ഓക്കെ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തീർന്നു. ഓക്കെ, ആരാ ക്ലാസ് എടുക്കുന്നേ? പ്രവീൺ സാർ ആണോ?
അനൂപ് സർ. ഓക്കെ ഓക്കെ ഫൈൻ, ശരി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അനൂപ് സർ ആൻഡ് ജഗദീഷ് സർ. ഓക്കെ, ഇപ്പൊ ഇത്രയും നിങ്ങൾ SFM സ്റ്റാർട്ട് ചെയ്തല്ലോ, എങ്ങനെ തോന്നുന്നു? SFM ഈസി സബ്ജക്റ്റ് ആണോ അതോ ടഫ് സബ്ജക്റ്റ് ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുറന്നു പറയണേ. ഈസി ആണോ ടഫ് ആണോ? എന്താണ് തോന്നുന്നത്? ഓക്കെ, ടഫാണ്. ഒരു സ്റ്റുഡന്റ് പറയുന്നു ടഫാണ്. എല്ലാവരും ഒന്ന് ഇന്ററാക്ട് ചെയ്യണേ. ടഫാണ്, ടഫ് ടഫ് ടഫ്. ഓക്കെ, അപ്പോ അതിൽ ഡൗട്ട് ഒന്നുമില്ല, സാധനം ടഫാ. എന്തുകൊണ്ടാ ടഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരാൾക്ക് ഈസിയാണ്, വെരി ഗുഡ്, നോട്ട് ഈസി. ഒരാൾ ചോദിച്ച് ഇൻട്രസ്റ്റിംഗ് വിത്ത് ടഫ്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ അതാണ് അതിൻ്റെ ഒരു ആൻസറും. സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ബഹുഭൂരിഭാഗം സ്റ്റുഡൻസിനും അത് ടഫ് ആയിട്ടാണ് തോന്നാറ്. ചില സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് തോന്നുന്ന സ്റ്റുഡൻസ് ഉണ്ട്. മാത്രമല്ല നല്ല മാർക്കും എക്സംഷനും ഹൈ മാർക്ക് പോലും സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനത്തെ സ്റ്റുഡൻസിന് രണ്ട് ക്വാളിറ്റി ഉണ്ടാവും. ഒന്ന്, ക്വാളിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന്റെ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റൽ മാത്തമാറ്റിക്സിൽ കുറച്ചധികം ബ്രെയിൻസ് ഉണ്ടാവും. മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ തീറ്റ, കോസ് തീറ്റ, ട്രിഗ്നോമെട്രി ഒന്നുമല്ല. ആ പണ്ടാര കാലമാടന്മാരെ സൈനും കോസും ട്രിഗ്നോമെട്രിയും ആൽജിബ്രയും A²+B² ഒരു ആവശ്യമില്ലാത്ത കുറെ സാധനം ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഇത് CMA കൊമേഴ്സ് എടുത്ത് വരുന്നത്. മാത്തമാറ്റിക്കൽ ബ്രെയിൻ എന്ന് പറഞ്ഞത് അനലിറ്റിക്കൽ ബ്രെയിൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കുറച്ച് വേണം. കാരണം നമ്മൾ CFR ഒക്കെ ആണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരു കാര്യം പറയുന്നു, ആ കാര്യം അതേപോലെ ഫോളോ ചെയ്താൽ മതി. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഒരു ലോജിക് ഉണ്ട്. ഇത്തിരി ലോജിക്കൽ പേപ്പറാണ്, പക്ഷേ കംപ്ലീറ്റ്ലി ലോജിക്കും അല്ല. നമ്മുടെ കോസ്റ്റിംഗ് പോലെ അത്ര ലോജിക് അല്ല. കോസ്റ്റിംഗ് പ്യൂർലി ലോജിക് ആണ്, അവിടെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് ലോജിക് പ്ലസ് ടെക്നിക്കലും കൂടി വരുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഞാൻ എന്താ പറയാൻ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ വളരെയധികം ഹോട്ട് ടോപ്പിക് ആണ്. ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വളരെയധികം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ താല്പര്യമുള്ള, പരസ്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ SIP എന്താന്നുള്ളത് ആദ്യം അറിയും. SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്താന്ന് മനസ്സിലാവും. ETF എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്താന്നുള്ളത് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് ഒക്കെ വാല്യൂ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, നമുക്കത് പിന്നീട് പഠിക്കാനുണ്ട്. ഇന്നല്ല, പിന്നീട് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ ജെൻസൺസ് ആൽഫ, ടൈനേഴ്സ് മോഡൽ, മോർണിംഗ് സ്റ്റാർ മോഡൽ എന്നൊക്കെ പറഞ്ഞ് കുറെ മോഡൽ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. കുറച്ചും കൂടി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉള്ള, ആനിമേഷൻ പോലെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളും കൂടിയും എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്കും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ചെയ്യും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്? അപ്പൊ ഞാനിത് ഇങ്ങനെ പറയുന്നതിലേറെ നല്ലത് ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും. യൂട്യൂബിലെ ലിങ്ക് 5 മിനിറ്റ് 6 മിനിറ്റ് അത്രയേ ഉള്ളൂ. നിങ്ങൾ ഊണൊക്കെ കഴിക്കുന്ന സമയത്ത് കോമഡി ഒക്കെ കണ്ടിട്ടായിരിക്കും ചിലർ ഊണിച്ച് കഴിക്കുന്നത്. അപ്പൊ അതിനൊക്കെ പകരം ഇത് യൂസ് ചെയ്തിട്ട് ഊണ് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ്, പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ഇത് കേട്ടാൽ മതി. പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ, ഉറക്കം വന്നിട്ടില്ലെങ്കിലും 5 മിനിറ്റ് ഇത് കേൾക്കുമ്പോൾ ഉറക്കം വന്നോളും. പക്ഷെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ കുറെ സമയം പറഞ്ഞ് ഇതിലേറെ നല്ലത് കുറെ ആനിമേഷൻസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്. അപ്പൊ അത് കാണുക, എന്നിട്ട് ഞാൻ അത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ആനിമേഷനും വീഡിയോസും ആയിരിക്കില്ല, നമ്മുടെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എന്താ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, എന്താണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, എന്താണ് ഈ ETF എന്ന് പറയുന്ന ഐറ്റം, എന്താണ് മോർണിംഗ് സ്റ്റാർ, അത് ആക്ച്വലി എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ 5-6 മിനിറ്റിന്റെ വീഡിയോസേ ഉണ്ടാവുള്ളൂ. അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. ആ ബേസിക് ഐഡിയ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോഴത്തിന് ആ ടെക്നിക്കൽ ഇഷ്യൂസ് പഠിക്കുന്നത് നമുക്കത് ഒഴിവാക്കാം. ഇപ്പൊ ഇതിലെ തിയറി അല്ല, ഇതിൽ ഒന്ന് ലോജിക്കും ഉണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസും ഉണ്ട്. ആ ടെക്നിക്കൽ ആദ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ലോജിക്ക് മാത്രം പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളുടെ ശ്രീലക്ഷ്മി മാമിന് അയച്ചു കൊടുക്കും. അത് അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നോളൂ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3.
മ്യൂച്വൽ ഫണ്ട് ഇത്രയും വലിയൊരു ടോപ്പിക്കാണ്. ഒരു 20-25ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 20-25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ഞാൻ മ്യൂച്വൽ ഫണ്ട് മാത്രമാണോ എടുക്കുന്നത്? അല്ല, നിങ്ങളുടെ സെക്ഷൻ ബി ആസ് വെൽ ആസ് സെക്ഷൻ ഡി, ബിയും ഡിയും ഞാനായിരിക്കും എടുക്കുന്നത്. നിങ്ങളുടെ സിലബസിന്റെ ബിയും ഡിയും ഞാനായിരിക്കും എടുക്കുന്നത്. എയും സിയും അനൂപ് സാറും അതേപോലെ തന്നെ ജഗദീഷ് സാറും ചേർന്നിട്ടായിരിക്കും എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 50% ഞാനാണ് എടുക്കുന്നത്. പക്ഷെ എൻ്റെ ടോപ്പിക്കിൽ കുറേ തിയറി വരുവേ, പ്രോബ്ലംസ് ഇത്തിരി കുറവാണ്. എൻ്റെ ഇതിൽ കുറേ തിയറീസ് വരുന്ന ടോപ്പിക്സ് ആണ്. ആ തിയറീസ് എല്ലാം എക്സാമിനേഷന് ചോദിക്കും ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ 3 വായിക്കും. Vibrant Mutual Fund Company made an issue of 10 lakh units of rupees 10 each on 1st January 2017. No entry load was charged. എന്ത് എൻട്രി ലോഡ് ഇപ്പം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് പിന്നീട് പഠിക്കാം എൻട്രി ലോഡ് എന്താണെന്നുള്ളതൊക്കെ. It made the following investment. Particulars: 50,000 equity shares of 100 each at 150. 7% government securities 10 lakh. 8% debenture unlisted 5 lakh. 10% debenture 6 lakh. Total 96 lakh. Okay. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കും, ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി എത്ര യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തത്? 10 lakhs യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അസറ്റ് മാനേജ്മെന്റ് കമ്പനി AMC അതിന്റെ മ്യൂച്വൽ ഫണ്ട് വിറ്റു. ഒരു സ്കീം തുടങ്ങി, ആ സ്കീമിൽ നിങ്ങളോട് ചേരാൻ പറഞ്ഞു, സ്കീമിൽ ചേർന്നു. അങ്ങനെ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 10 lakh യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ 10 lakh into 10 ഒന്ന് അടിച്ചു നോക്കിയേ, 1 crore ആണ്. ഒരു യൂണിറ്റിന്റെ പ്രൈസ് 10 each ആണ്. അപ്പൊ ടോട്ടൽ എത്രയാ? 1 crore അവര് ആളുകളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ 1 crore ആളുകളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തതിൽ അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ? 96 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാ? കാരണം അവർക്ക് ബാക്കിയുള്ളൊരു 4 ലക്ഷം വെച്ചിട്ട് വേണം ഈ പറയുന്ന CFAs, IAM ഗ്രാജുവേറ്റ്സ്, IAM പഠിച്ചവരും CFA കാരും പിന്നെ വളരെ കുറച്ച് CA CMA കാരും ഒക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഉള്ളത്. അവരാണ് റിസർച്ച് ചെയ്തിട്ട് ഏത് കമ്പനിയിലാണ് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകൾ. അപ്പൊ അവർക്ക് ഇതിന്റെ എക്സ്പെൻസ് ഉണ്ട്, ഇവരുടെയൊക്കെ സാലറി കൊടുക്കണം. പിന്നെ മ്യൂച്വൽ ഫണ്ട് അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, ആ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ റൺ ചെയ്യാനുണ്ട്. ആ കോസ്റ്റ് ഒക്കെ എവിടുന്നാ റൺ ചെയ്യുക? നിങ്ങളുടെ അടുത്ത് നിന്നാണ് റൺ ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ചിട്ടി കമ്പനീസ് ഇല്ലേ, ആ ചിട്ടി കമ്പനി പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ്. പക്ഷെ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിട്ടി നമ്മൾ ലേലം വിളിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ യൂണിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് വിൽക്കാം, വിറ്റ് പോവാം. അപ്പൊ അതിനൊരു മാർക്കറ്റ് റേറ്റ് ഉണ്ടാവും. ആ മാർക്കറ്റിൽ എത്രയാണോ ആ പ്രൈസിന് നമുക്ക് വിറ്റ് പോവാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ കൂടുതൽ കിട്ടും, ചിലപ്പോൾ കുറവ് കിട്ടും. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പൊ ഇന്ന് നെറ്റ് അസറ്റ് വാല്യൂമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ 96 lakhs ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ 1 crore 96 lakh ഇൻവെസ്റ്റ് ചെയ്തു. ബാക്കി 4 ലക്ഷം അവരുടെ എക്സ്പെൻസ് ആണ്. അപ്പോ ഈ 96 lakhs എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തത്? 50,000 ഇക്വിറ്റി ഷെയർസ് 100 ഈച്ചിൽ ഇൻവെസ്റ്റ് ചെയ്തു. അറ്റ് rupees 150 ആണ്. എന്ന് പറഞ്ഞാൽ 100 ഈച്ച് ഫേസ് വാല്യൂ ആണ്, 150 ആണ് അത് വാങ്ങിച്ചത്, മാർക്കറ്റ് വാല്യൂലാണ് വാങ്ങിച്ചത്. 7% ഗവൺമെന്റിന് വാങ്ങിച്ചു, 8% ഡിബഞ്ചർ വാങ്ങിച്ചു, 10% ഡിബഞ്ചറും വാങ്ങിച്ചു. അപ്പൊ ടോട്ടൽ 96 lakhs ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഡ്യൂറിംഗ് ദ ഇയർ ഡിവിഡൻഡ് ഓഫ് 10 lakh were received on equity shares. അപ്പോൾ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഡിവിഡൻഡ് 10 lakhs കിട്ടി. ബിസൈഡ്സ് ഇൻട്രസ്റ്റ് ഓൺ ഓൾ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് were received on time. മാത്രമല്ല ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് കിട്ടി, 8% ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കിട്ടി, 10% ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കിട്ടി. അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ഇക്വിറ്റി ഷെയർസ് ആൻഡ് 10% ഡിബഞ്ചേഴ്സ് ആർ കോട്ടഡ് അറ്റ് 200%. അപ്പൊ ഇക്വിറ്റി ഷെയർസ് എത്രയിലാ കോട്ട് ചെയ്യുന്നത്? 2 ഇരട്ടി, 200%ലാണ് കോട്ട് ചെയ്യുന്നത്. ആൻഡ് ഡിബഞ്ചർ ആർ കോട്ടഡ് അറ്റ് 90%. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ നമുക്ക് 2 ഡിബഞ്ചർ ആണ് തന്നിരിക്കുന്നത്.
അൺലിസ്റ്റഡ് ഡിബഞ്ചറും തന്നിട്ടുണ്ട്, ലിസ്റ്റഡ് ഡിബഞ്ചറും തന്നിട്ടുണ്ട്. അപ്പൊ ഈ കോട്ടഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഏതാ? അൺലിസ്റ്റഡ് ആണോ ലിസ്റ്റഡ് ആണോ? ഒന്ന് ആൻസർ ചെയ്യും. നിങ്ങളൂടെ ഇൻവോൾവ് ചെയ്യണേ. അപ്പോ എന്റെ ബോറടിയും മാറ്റാം, നിങ്ങളുടെ ബോറടിയും മാറ്റാം. കോട്ടഡ്. കോട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എക്സാക്ട്ലി, കോട്ടഡ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് ആണ്. ലിസ്റ്റഡിനെയാണ് നമ്മൾ എന്ത് പറയാ? കോട്ടഡ് എന്ന് പറയാറ്. അപ്പോ ഇത് ഏതിന്റെ തന്നിരിക്കുന്നേ? 10% ലിസ്റ്റഡിന്റെ ആണ് തന്നിരിക്കുന്നത്, അതിന്റെ 90% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? അതിന്റെ വാല്യൂ കുറഞ്ഞു. അതിന്റെ വാല്യൂ കുറഞ്ഞു. 100 ഇല്ല, 90 ആണ്. 10% വാല്യൂ കുറഞ്ഞു. ഇക്വിറ്റി ഷെയർസോ 200% എന്ന് പറഞ്ഞാൽ ഡബിൾ ആയി. ഇൻവെസ്റ്റ് ചെയ്തത് ഇരട്ടിയായി. അപ്പൊ ഇവിടെ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമെന്ന് അങ്ങനെ പറയാം. മ്യൂച്വൽ ഫണ്ട് സ്കീമിലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് 2 തരത്തിലുള്ള ഇൻകം കിട്ടി. ഒന്ന് ഡിവിഡൻഡും ഇൻട്രസ്റ്റ് ഇൻകം വന്നു. 2 എന്ത് വന്നു? ക്യാപിറ്റൽ അപ്രീസിയേഷനും വന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നു. അതർ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ കോട്ടഡ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസും 8% ഡിബഞ്ചേഴ്സും പാർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഫൈൻഡ് ഔട്ട് നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് ഗിവൺ ദാറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡ്യൂറിംഗ് ദ ഇയർ അമൗണ്ട് ടു ₹6 lakh. പിന്നെ എന്തുണ്ട്? ഇത് കൂടാതെ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഉണ്ട്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഓൾസോ ഫൈൻഡ് ഔട്ട് NAV if mutual fund has distributed a dividend of 1 per unit during the year to unit holders. Okay, അത് അവിടെ നിൽക്കട്ടെ. അപ്പോ ഇനി ഈ മ്യൂച്വൽ ഫണ്ട് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആരുടെ ആംഗിളിലാണ് ചിന്തിക്കേണ്ടത്? നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഹോൾഡറിന്റെ ആംഗിളിൽ ചിന്തിക്കണം. അങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡറിന്റെ ആംഗിളിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇനി ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 2 തിരിച്ചു പോവാണേ, എന്നിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ആരുടെ ആംഗിളിൽ ചിന്തിക്കണം? മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന്റെ ആംഗിളിൽ ചിന്തിക്കണം. നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണ് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് അത് കുറെ സ്ഥലത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ കിട്ടുന്ന ഇൻകം കംപ്ലീറ്റ് ആരുടെ ഇൻകമാ? നിങ്ങളുടെ ഇൻകമാ. ആരാ നിങ്ങൾ? മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന്റെ ഇൻകമാണ്. പക്ഷെ അവർ വെറുതെ നടത്തുകയല്ല, അവർ നിങ്ങളോട് എന്ത് പറയും? കുറച്ച് എക്സ്പെൻസ് ഒക്കെ ഞങ്ങൾ എടുക്കൂട്ടോ. അപ്പോ എക്സ്പെൻസ് കഴിച്ചിട്ട് ആ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ എക്സ്പെൻസ് കഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ആർക്ക് അവകാശപ്പെട്ടതാ? നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. ആരാ നിങ്ങൾ? മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാ. അപ്പൊ നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ എത്രയാണ് അവകാശം എന്നുള്ളത് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ. അപ്പൊ അത് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോ NAV ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആരുടെ ആംഗിളിൽ ആലോചിക്കണം? ഈ മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന് ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലത് ക്യാപിറ്റൽ, ചില ആദ്യം പറഞ്ഞു നമുക്ക് ഡിവിഡൻഡ് കിട്ടി. ആർക്കുള്ളതാ? നിങ്ങൾക്കുള്ളതാ. മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിനുള്ളതാണ് ഡിവിഡൻഡ്. ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് ആർക്കുള്ളതാ? മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിനുള്ളതാണ് ഇൻട്രസ്റ്റ്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ നടന്നു, അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ആർക്കുള്ളതാ? മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിനുള്ളതാ. ക്യാപിറ്റൽ അപ്രീസിയേഷന്റെ നേരെ ഓപ്പോസിറ്റ്, വാല്യൂ കുറഞ്ഞു. ആർക്കുള്ളതാ? അതിന്റെ നഷ്ടവും നിങ്ങൾ സഹിക്കണം. പിന്നെ എന്ത് വേണം? അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, അത് കഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിനുള്ളതാണ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ. ബാക്കിയുള്ളതെല്ലാം മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിനുള്ളതാണ്. അപ്പൊ ഒരു മ്യൂച്വൽ ഫണ്ട് ഹോൾഡർക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എത്രയാണ് ഈ അസറ്റ് കിട്ടുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോ നെറ്റ് അസറ്റ് വാല്യൂ 1 by 1 ഫൈൻഡ് ഔട്ട് നെറ്റ് അസറ്റ് വാല്യൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ ഞാനിത് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്പണിംഗ് വാല്യൂസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്പണിംഗ് വാല്യൂസ്, ഓപ്പണിംഗ് വാല്യൂസ്, ഓപ്പണിംഗ്. അപ്പൊ എത്രയാണ് ഓപ്പണിംഗ് ഉള്ളത്? ഫസ്റ്റ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, 50,000 ഷെയർസ് അറ്റ് ഇതിന്റെ ഫേസ് വാല്യൂ 100 ഈച്ച് ആണ് ഓപ്പണിംഗ്. ഓപ്പണിംഗ് 75 lakhs. നെക്സ്റ്റ്
7% government securities. 7% government securities at 10 lakhs. Next, 8% debentures. 8% debentures, 5 lakhs. And 10% debentures, 6 lakhs. For total 8590 and 6 lakh 96 lakhs. ഇനി ക്ലോസിംഗ് നോക്കുന്നു. ക്ലോസിംഗ് എത്ര ക്ലോസിംഗ് ഇവിടെ ശ്രദ്ധിക്കണേ. 50,000 ഷെയർസിന്റെ വാല്യൂ എത്ര ഇൻക്രീസ് ചെയ്തു എന്നാ പറയുന്നത്? 200% ഇൻക്രീസ് ചെയ്തു. 150 അല്ല നോക്കേണ്ടത്, 100 ആണ് നോക്കേണ്ടത്. ഇതിപ്പോ എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 200 ആയിട്ടുണ്ട്. 200% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇരട്ടിയായി. 50,000 into 100 into 200 നോക്കിയാൽ മതി. 100 into 200% 200 ആണ്. 100 ആയിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്, into 200% അത് 200 ആവും. എത്ര ആയിട്ട് മാറി? 1 crore ആയിട്ടുണ്ടാവും ടോട്ടൽ. lakh 10 lakh 1 crore എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഇവിടെ നടന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ? ക്യാപിറ്റൽ അപ്രീസിയേഷൻ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ക്യാപിറ്റൽ അപ്രീസിയേഷൻ 25 lakhs ആണ്. ഓക്കെ, നെക്സ്റ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ക്ലോസിംഗ് ബാലൻസിൽ ഒരു ചേഞ്ചും ഇല്ല, പാറിലാണെന്ന് പറയുന്നു. അപ്പൊ 10 lakhs തന്നെയാണ്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒന്നും നടന്നിട്ടില്ല. നെക്സ്റ്റ് 8% ഡിബഞ്ചേഴ്സ് അൺലിസ്റ്റഡ് ആണ്, അതും സെയിം ആണ്, 5 lakh. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒന്നുമില്ല. 10% ഡിബഞ്ചേഴ്സ് പറയുന്നത് അതിന്റെ വാല്യൂ 90 ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 lakh into 90% equal to 5,40,000. ഇപ്പൊ നമ്മുടെ ടോട്ടൽ ക്ലോസിംഗ് ബാലൻസ് എത്രയായി? 1 crore plus 10 lakh, 1 crore 10 lakh plus 5 lakh, 1 crore 15 lakh plus 5 lakh 40, 1 crore 20 lakh 40,000 ആണ്. 1 crore 20 lakh 40,000 ആണ്. ഇവിടെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷന് പകരം ഡിപ്രീസിയേഷൻ നടന്നു 60,000. ഇവിടെ ഒരു ലോസ് വന്നു, അതിന്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. 24,40,000. ആ ക്യാപിറ്റൽ അപ്രീസിയേഷന്റെ കോളം എഴുതിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ലേ. നെക്സ്റ്റ്, ഇനി ഇവിടെ നമുക്ക് ചില ഇൻകം കിട്ടിയിട്ടുണ്ട്. ഇൻകംസ് എന്താണ് കിട്ടിയ ഇൻകം? ഒന്ന്, ഡ്യൂറിംഗ് ദ ഇയർ ഡിവിഡൻഡ് ഓഫ് 10 lakh were received during the year. അപ്പൊ 10 lakhsന്റെ ഡിവിഡൻഡ് ഇൻകം കിട്ടിയിട്ടുണ്ട്. Besides, interest on all debt securities was received on due time. But government securities in the amount 10 lakhs ആണ്. But 10 lakhs into 7%, government securities in the income കിട്ടിയത് 70,000 ആണ്. Next, 8% debentures. 5 lakhs ആയിരുന്നു ഉണ്ടായിരുന്നത്, into 8%, 40,000. അതുമായി 10% ഡിബഞ്ചേഴ്സ് ആണ് അടുത്തുള്ളത്. ഇൻകം കിട്ടിയിട്ടുണ്ട്, കുറഞ്ഞത് നോക്കണ്ട, കാരണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിബഞ്ചറിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂലാണ് 60,000. ഇപ്പൊ ടോട്ടൽ ഇൻകം 10 lakh 70, 1 lakh 11 lakh 70,000. Total income 11 lakh 70,000. Okay. So
ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏതൊക്കെ എമൗണ്ട് ആണ് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന് കിട്ടേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ഈ അസറ്റ് ആയിട്ടുള്ള 120,400 1,20,40,000 അവർക്ക്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ നോക്കണ്ട, കാരണം ക്യാപിറ്റൽ അപ്രീസിയേഷനും കൂടിയും എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ക്ലോസിംഗ് ബാലൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 1,20,40,000 അസറ്റ് അവർക്കുള്ളതാണ്. വാട്ട് അബൌട്ട് ഈ ഇൻകം? ഈ 11,70,000 ഇൻകമും അവർക്കുള്ളതാണ്. ഇപ്പൊ 11,70,000 ഇൻകമും അവർക്കുള്ളതാണ്. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കൂ, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ പറയണേ. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട എമൗണ്ട് ആണ് ഈ രണ്ട് എമൗണ്ട്, ഇത് അവർക്കുള്ളതാണ്. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട എമൗണ്ട് 1 crore, ഇതൊന്ന് ആഡ് ചെയ്യൂ, 1,20,40,000 പ്ലസ് 11,70,000, വലിയൊരു സംഖ്യ കിട്ടും. $1,32,10,000. 1,32,10,000 ആണ് ആർക്കുള്ളത്? നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ. ടോട്ടൽ പോർട്ട്ഫോളിയോ എന്ന് പറയാൻ പറ്റില്ല, 1,32,10,000. ഇനി ഇത് കംപ്ലീറ്റ് അവർക്ക് കിട്ടുമോ? ഇല്ല. മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന് ഒരു ഐറ്റം കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കണം. അത് മ്യൂച്വൽ ഫണ്ട് കമ്പനി ചാർജ് ചെയ്യും. അവരുടെ എക്സ്പെൻസ് എത്ര? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡ്യൂറിംഗ് ദ ഇയർ അമൗണ്ടഡ് ടു 6 lakhs. അപ്പൊ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അമൗണ്ടഡ് ടു 6 lakhs ആണ്. അപ്പൊ മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 6 lakh. ഇത് കഴിച്ചിട്ട് ബാക്കിയെല്ലാം ആർക്കുള്ളതാ? മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന് ഉള്ളതാണ്. 1,26,10,000. ഈ പറയുന്ന ഐറ്റം ആണ് ടോട്ടൽ പോർട്ട്ഫോളിയോ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ പോർട്ട്ഫോളിയോ. ടോട്ടൽ പോർട്ട്ഫോളിയോ ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ ആർക്ക് കൊടുക്കേണ്ടത്? മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട്. കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശപ്പെട്ട എമൗണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ഔട്ട് നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് given that operating expense during year amounted to 6 lakh. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് കിട്ടും. നേരത്തെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, കുറച്ച് ഡാറ്റ കൂടുതലാണെന്ന് മാത്രം. നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. എത്ര നമ്പർ ഓഫ് ഷെയർസ്? 50,000 ഒന്നും എടുക്കരുത്, അതല്ല നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ്. മ്യൂച്വൽ ഫണ്ടിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? എത്ര യൂണിറ്റ്സ് ഉണ്ട്? യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 10 lakhs യൂണിറ്റ്സ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 10 lakhs. 1,26,10,000 divided by 10 lakh equal to 12.61 per unit. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നെറ്റ് അസറ്റ് വാല്യൂ. ഫസ്റ്റ് വൺ ആൻസർ ആയി. നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ്. ഓക്കെ, ഇത് എഴുതിയെടുക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിന്, നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ്. ഡൺ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത് also find out net asset value if mutual fund had distributed
a dividend of 1 per unit during the year to unit holders. Okay. അപ്പോൾ അവിടെ നോക്കട്ടെ, ഇത് ഡിസ്കസ് ചെയ്യാനുണ്ട്. മ്യൂച്വൽ ഫണ്ട് നോർമലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രോത്ത് ഓപ്ഷൻ എന്നുള്ളതും നെക്സ്റ്റ് ഡിവിഡൻഡ് ഓപ്ഷൻ എന്നുള്ളതും. എന്താ ഡിവിഡൻഡ് ഓപ്ഷൻ എന്നുള്ളത്? ഗ്രോത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിവിഡൻഡോ ഇപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇവിടെ കിട്ടുന്ന ഇൻകംസ് ഉണ്ടല്ലോ. മ്യൂച്വൽ ഫണ്ട് എന്തൊക്കെ ചെയ്യാം? മ്യൂച്വൽ ഫണ്ട് ആ കമ്പനി നിങ്ങളുടെ ക്യാഷ് എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യും? ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിവിഡൻഡ് ഇൻകം കിട്ടും. ചിലപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ ഡിബഞ്ചേഴ്സിലോ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടും. ഇതൊക്കെ ആർക്ക് കൊടുക്കാനുള്ളതാണ്? മ്യൂച്വൽ ഫണ്ടിന്റെ ഹോൾഡേഴ്സിനുള്ളതാണ്. പക്ഷെ ഗ്രോത്ത് ഓപ്ഷൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ആർക്ക് സെലക്ട് ചെയ്യാം? മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡർക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഗ്രോത്ത് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വരുമാനമൊന്നും അവർ തരില്ല. പകരം നിങ്ങൾ കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, ഈ ഡിവിഡൻഡ് ഇൻകം, ഈ ഇൻട്രസ്റ്റ് ഇൻകം, നമ്മുടെ കേസിൽ ഒരു 11,70,000 ആണ്. ആ ഇൻകം വീണ്ടും അവർ ഇൻവെസ്റ്റ് ചെയ്യും. ആ 11,70,000 യൂസ് ചെയ്തിട്ട് അവർ ഷെയർസ് വാങ്ങിക്കും, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിക്കും, ഡിബഞ്ചേഴ്സ് വാങ്ങിക്കും. അതാണ് ഗ്രോത്ത് ഓപ്ഷൻ. ഡിവിഡൻഡ് വീണ്ടും ഇൻകം വീണ്ടും ചെയ്യും. അതല്ല നിങ്ങൾ ഡിവിഡൻഡ് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, ഈ ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾക്ക് കിട്ടുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവിഡൻഡും അതേപോലെ ബാക്കിയുള്ള ഇൻട്രസ്റ്റും അതൊക്കെ ചേർത്തിട്ട് ഒരു എമൗണ്ട് നിങ്ങൾക്ക് എന്തായിട്ട് തരും? അവർ ഡിവിഡൻഡ് ആയിട്ട് തരും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻകം, ഈ വർഷം ഏൺ ചെയ്യുന്ന ഇൻകം നിങ്ങൾക്ക് തരും. അത് മ്യൂച്വൽ ഫണ്ട് ഇൻകം ആയിട്ട് തരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ആണ്. അപ്പൊ കൺഫ്യൂഷൻ ചെയ്യരുത്. ഈ ഡിവിഡൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പനി, അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഡിവിഡൻഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഷെയർസിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡ് മാത്രമല്ല, 10 lakhs മാത്രമല്ല, അവരുടെ ആ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഡിവിഡൻഡ് ഉണ്ടാവാം, ആ വർഷത്തെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നു. ഫുൾ അല്ല, കുറച്ച് ഷെയർ ചെയ്തു തന്നു. എത്ര ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്? 1 per unit ആണ്. ഇപ്പൊ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള NAV, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, ആ കേസിലുള്ള NAV അതാണ് അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളുടെ പോർട്ട്ഫോളിയോ ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ ടോട്ടൽ പോർട്ട്ഫോളിയോ ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ടോട്ടൽ പോർട്ട്ഫോളിയോ ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. Total portfolio after operating expense 1,26,10,000. ഇനി ഇവർക്ക് ഇപ്പൊ ഇത്രയാണ്. ഇപ്പൊ എന്ത് ടോട്ടൽ പോർട്ട്ഫോളിയോ ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂണിറ്റ് ഹോൾഡർ ആയിട്ട് ചിന്തിക്കും. നിങ്ങൾക്ക് ഇവർ തരേണ്ട എമൗണ്ട് ആണ് 1,26,10,000. നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതിന്ന് നിങ്ങൾക്ക് എന്ത് തന്നു? ഡിവിഡൻഡ് തന്നു, മൈനസ് ഡിവിഡൻഡ്. അപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെട്ടതിന് ഡിവിഡൻഡ് അവർ തന്നു. എത്ര ഡിവിഡൻഡ് തന്നത്? 10. എത്ര യൂണിറ്റ് ഉണ്ട്? 10 lakh ആണ് യൂണിറ്റ്സ് ഉള്ളത്, മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ്. അതിൽ ഒരു യൂണിറ്റിൽ എത്ര രൂപ വെച്ചിട്ടാണ് തരുന്നത്? 1 rupee വെച്ചിട്ടാണ് തരുന്നത്. ബാലൻസ് എത്ര ഉണ്ടാവും? 10 lakh into 1, 10 lakh ഡിവിഡൻഡ് തന്നു. അപ്പോ ഇനി എത്രയാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ടത്? 1 crore 1,16,10,000 ആണ് നിങ്ങൾക്ക് അവകാശപ്പെട്ടത്. അപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെട്ട ടോട്ടൽ പോർട്ട്ഫോളിയോ ആഫ്റ്റർ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഷെയർസ് ഓർക്കുക മ്യൂച്വൽ ഫണ്ട് ആണ്, ഈക്വൽ ടു 10 lakhs. അപ്പോ 1,16,10,000 divided by 10 lakhs equal to 11.61 per unit. ഇതാണ് നിങ്ങളുടെ NAV, നെറ്റ് അസറ്റ് വാല്യൂ per unit.
11.61 per unit. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെയൊക്കെ പഠിക്കാനുള്ളത് കുറച്ച് സിലബസ് കുറച്ച് ലോഡ് കൂടുതലായിരിക്കും. മ്യൂച്വൽ ഫണ്ടിൽ മാത്രം നമുക്കൊരു 20-25 ക്വസ്റ്റ്യൻസ്, എത്ര എനിക്ക് കറക്റ്റ് ഓർമ്മല്ല, അത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇനിയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ലെങ്തി ആണ് എന്ന് പറഞ്ഞാൽ ഒരു 10 ഡേയ്സ്, ഒരു 15 മണിക്കൂർ, നമുക്ക് 1.5 മണിക്കൂർ വെച്ചിട്ടാണ് ഒരു 10 ഡേയ്സ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ട് മാത്രം വേണം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഡിസംബറിൽ എക്സാം എഴുതുന്ന ബാച്ച് അല്ലേ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യണേ ചാറ്റ് ബോക്സിൽ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ശ്രീലക്ഷ്മി മാമിനോട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നവംബർ പകുതി ആകുമ്പോഴേക്കിന് തീർക്കണം എന്നുള്ള രീതിയിലാണ്. ഒരു 40 to 50 hours ആൾമോസ്റ്റ് സിലബസിന്റെ പകുതി ഞാൻ എടുക്കുന്നത്. പക്ഷെ കുറെ തിയറിയാണ്, അതിന്റെ ടോപ്പിക്കിൽ കുറച്ചധികം തിയറി വരുന്നുണ്ട്. അപ്പൊ 40 to 50 hours വേണ്ടി വരും. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ഫ്രൈഡേസിലും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൺഡേസിലും ആണ് എൻ്റെ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഒരു വീക്കിൽ നമുക്ക് 3 hours ആണ് ക്ലാസ് ഉണ്ടാവുന്നത്. കുറച്ച് കഴിഞ്ഞാൽ കൂട്ടാം. അപ്പോൾ ഇപ്പൊ 3 into 4 ഒരു മാസം 12 ഇൻറ്റു നിങ്ങൾക്ക് നവംബർ ആകുമ്പോൾ 2 മാസമാണ്, 24 മണിക്കൂറേ കിട്ടുള്ളൂ. കാരണം കോവിഡ് ഒക്കെ കാരണം ലേറ്റ് ആയി. അപ്പൊ ബാക്കി ഒരു 20-24 മണിക്കൂറുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്, ഞാനും ശ്രീലക്ഷ്മി മാമും ഡിസ്കസ് ചെയ്ത് കുറെയൊക്കെ അത്ര മീൻസ് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലൈവ് ക്ലാസ് അല്ലാതെ ഉള്ള പോർഷൻസ് ഉണ്ടാവും. കുറെയൊക്കെ തിയറീസ് ഉണ്ടാവും, കുറെ തിയറി, അങ്ങനത്തെ കുറെ ടോപ്പിക്സ്, പിന്നെ പ്രോബ്ലംസ്, ചില പ്രോബ്ലംസ്, അങ്ങനത്തെ ഒക്കെ ടോപ്പിക്സ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ അതുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം. അപ്പൊ അവിടുന്ന് കേട്ടാൽ മതി. അപ്പൊ സിലബസ് അങ്ങനെയാണ് കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതല്ലാതെ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്, കാരണം വേറെ സ്ലോട്ട് അവൈലബിൾ അല്ല. അപ്പൊ ഈ 2 മെത്തേഡ് ഫോളോ ചെയ്തായിരിക്കും. അപ്പൊ പ്രോബ്ലംസും ബാക്കിയുള്ള കുറെ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇതിലേറെ എപ്പോഴും ബെറ്റർ ലൈവ് ക്ലാസ് ആയിരിക്കും. കാരണം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലിയർ ചെയ്യാം. കാരണം ഡൗട്ട് ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല, SFM അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എന്ത് വേണം? ഇത്രയും മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കില്ലും വേണം, പിന്നെ എന്ത് പറയണം? ആ ടെക്നിക്കൽ ആസ്പെക്റ്റും അറിയണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രോബ്ലംസും ആ ടെക്നിക്കൽ ആസ്പെക്ട് വരുന്നതൊക്കെ ലൈവ് ക്ലാസ് ആയിട്ടും, പിന്നെ തിയറി ആയിട്ട് വരുന്ന കുറെ ടോപ്പിക്സ് യൂട്യൂബിലായിട്ട് അപ്ലോഡ് ചെയ്തു തരാം. നോട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സാധനത്തിന്റെ നോട്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ നോട്ട് വായിക്കുക, അതേപോലെ തന്നെ ആ യൂട്യൂബ് ക്ലാസ് കേട്ടാൽ മതിയാവും. അത് അങ്ങനെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് 2 രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ 8:06 നമ്മളൊരു കാര്യം ചെയ്തോളൂ. നിങ്ങളൊരു 7 to 8:30 ആണ് ഫസ്റ്റ് ഡേ ഒക്കെ ആണ്. ഓൾറെഡി വൈകിട്ടാണ്, ഈവനിങ് ആണ്, നിങ്ങൾ വർക്ക് ചെയ്ത് ക്ഷീണിച്ചു വന്ന ആളുകളായിരിക്കും. അപ്പൊ ഒരു 5 minutes ബ്രേക്ക് എടുത്തോളൂ. ബ്രേക്കിന് ശേഷം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 4 ഫുൾ ആയിട്ട് ഒരു പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, ബട്ട് കുറച്ചെങ്കിലും നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പുതിയൊരു കോൺസെപ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. NAVയുടെ കോൺസെപ്റ്റ് എങ്കിലും നമുക്ക് നെറ്റ് അസറ്റ് വാല്യൂ ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് 2 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ളത് സമയം ഉണ്ടെങ്കിൽ തീർക്കാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 5 minutes ഒന്ന് ബ്രേക്ക് എടുത്തോളൂ. അപ്പൊ ഇപ്പോൾ 8:07 നമ്മൾ 8:12 റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്കിന് ശേഷം. വീണ്ടും ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്റെ സൗണ്ട് കേൾക്കാമോ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യണേ ചാറ്റ് ബോക്സിൽ. യെസ്, ഓക്കെ.
സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീനിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കൂ. The following particulars relate to gilt fund scheme, investment in shares at cost, IT and ITESC company. കുറച്ച് കമ്പനീസിന്റെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. IT and ITESC കമ്പനി, പിന്നെ അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി, അതേപോലെ തന്നെ ഏവിയേഷൻ സെക്ടർ, നമ്മുടെ എയറോപ്ലെയിനിന്റെ ഒക്കെ സെക്ടർ, പിന്നെ ഓട്ടോമോട്ടീവ് സെക്ടർ, ബാങ്കിങ്, ഫൈനാൻഷ്യൽ സർവീസ്, പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ബോൺസ് ഉണ്ട്, ലിസ്റ്റഡ് ബോൺസ് ഉണ്ട്, അൺലിസ്റ്റഡ് ബോൺസ് ഉണ്ട്, എക്സ്പെൻസ് പേയബിൾ ഓൺ ക്ലോഷർ ഡേറ്റ് ഉണ്ട്, മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ഓൺ ലിസ്റ്റഡ് ബോണ്ട് ഉണ്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് 5.5 crore ആണ്. Particulars relating to sectoral index are as follows. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇൻഡെക്സ് ഓൺ ഡേറ്റ് ഓഫ് പർച്ചേസ് തന്നിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത അന്നത്തെ ഇൻഡെക്സും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാല്യൂഷൻ ഡേറ്റ്, ഇയർ എൻഡിലെ എന്ത് തന്നിട്ടുണ്ട്? ഇൻഡെക്സും തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, എന്നിട്ട് നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? റിക്വയർഡ് കാൽക്കുലേറ്റ് നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദി ഫണ്ട്, ഫണ്ടിന്റെ ടോട്ടൽ വാല്യൂ, പിന്നെ നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. If the period under consideration is 2 years and fund has distributed 2 per unit per as cash dividend, a certain net return analyzed, a certain expense ratio if fund has incurred the following expense. അപ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. 8:15 ആയി, 7 to 8:30 സമയത്തിന്റെ ഉള്ളിൽ ആ റിട്ടേണിന്റെ കാര്യം നമ്മൾ അവിടെ നിർത്തുന്നു. അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അതിന് ജെൻസൺസ് മോഡൽ, ആൽഫ മോഡൽ, ടൈനേഴ്സ് മോഡൽ, മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എന്തുണ്ട് മോഡൽസ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് കുറച്ചധികം ക്ലാസ്സിലെ നമ്മുടെ ഡിസ്കഷൻ. അപ്പൊ ഇതിലെ ഫസ്റ്റ് രണ്ടെണ്ണം നമ്മളിപ്പോൾ ചെയ്യുന്നു. നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദ ഫണ്ടും നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നെറ്റ് അസറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉള്ള അതേപോലെ നേരത്തെ ചെയ്ത പോലെ രണ്ട് കാര്യമാണ് നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള കാര്യം. രണ്ട് കാര്യമാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ എല്ലാം മാർക്കറ്റ് വാല്യൂ, പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കിട്ടുന്ന വല്ല ഇൻകം ഉണ്ടെങ്കിൽ അത് മൈനസ് ഇതിന്റെമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദി ഫണ്ട് ആണ് ചോദിക്കുന്നത്, പെർ യൂണിറ്റ് അല്ല. അപ്പോൾ എക്സ്പെൻസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദ ഫണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്, ആ ഫണ്ടിന്റെ ടോട്ടൽ വാല്യൂ എത്രയെന്നാണ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നെറ്റ് അസറ്റ് വാല്യൂയുടെ ടോട്ടൽ ഫണ്ട് എത്രയാണ്? 1 by 1 ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ IT ആൻഡ് ITSC, ഞാൻ ഇപ്പോൾ തന്നെ ഇതിന്റെ വാല്യൂസിന്റെ ആൻസേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. IT ആൻഡ് ITC കമ്പനി നമ്മൾ വാങ്ങിച്ചത് 28 crore. ആ വാങ്ങിച്ച സമയത്ത് ഇതിന്റെ ഇൻഡെക്സ് എത്രയായിരുന്നു? മാർക്കറ്റിൽ 1750 ഉണ്ട് എന്ന് പറഞ്ഞാൽ 28 crore ഡിവൈഡഡ് ബൈ 1750. അപ്പൊ അത്രയും യൂണിറ്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്? 2950 ഇൻറ്റു 2950. ഇപ്പൊ ഇതിന്റെ വാല്യൂ 28 അല്ല 47.2 ആണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 28 ആണ് നമ്മൾ വാങ്ങിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. IT കമ്പനി, IT ആൻഡ് ITS വാങ്ങിച്ച സമയത്ത് 28 ആണ്. അന്ന് റേറ്റ് എത്രയാ? 1750 ആണ്. ഇപ്പൊ ഇതിന്റെ വാല്യൂ എത്ര ആയിട്ടുണ്ട്? 2950 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഈ 28 crore എത്ര ഇതിന്റെ വാല്യൂ? 47.20. ക്ലിയർ? ലൈക്ക്വൈസ് സെക്കൻഡ് വൺ IT ആൻഡ് ITS കഴിഞ്ഞു. രണ്ടാമത്തത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 15, വാല്യൂ 15 ആണ്. അത് വാങ്ങിച്ച സമയത്ത് എത്രയായിരുന്നു അതിന്റെ വാല്യൂ? 1375. ഇപ്പോ വാല്യൂഷൻ ഡേറ്റില് എത്ര ഇതിന്റെ വാല്യൂ? 2475.
ഇപ്പൊ 15 divided by 1375 into 2475 26.999 ആണ്. റൗണ്ട് ചെയ്യുന്നു 27 crores. നെക്സ്റ്റ് 3 ഏവിയേഷൻ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്. ഏവിയേഷനിൽ 7 ആണ്. വാങ്ങിച്ച സമയത്ത് 1540. ഇപ്പൊ ഇതിന്റെ വാല്യൂ 2570. 7 divided by 1540 into 2570 equal to 11.6818 എന്നൊക്കെയാണ്. അപ്പൊ റൗണ്ട് ചെയ്തിട്ട് 11.68. നെക്സ്റ്റ് ഫോർത്ത് വൺ ഓട്ടോമോട്ടീവ്. ഓട്ടോമോട്ടീവ് 32 ആണ്. ഡിവൈഡഡ് ബൈ ഓട്ടോമോട്ടീവിന്റെ വാല്യൂ 1760 into 2860. 32 divided by 1760 into 2860 equal to 51.99 ആണ്, equal to 52 crore. Next, banking and financial service. Bank 8 divided by 1600 into 2300. 8 divided by 1600 into 2300 equal to 11.5. Okay. So, ഇത്രയും ക്ലിയർ ആണോ? യെസ് ഓർ നോ പറയണേ. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. നെക്സ്റ്റ്, ഇനി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവർക്ക് അവകാശപ്പെട്ട ടോട്ടൽ ഫണ്ട് എത്രയാണ്? നെക്സ്റ്റ്, ഇവർക്ക് അവകാശപ്പെട്ടത് അടുത്തത് എന്തുണ്ട്? ക്യാഷ് ഇവർക്ക് അവകാശപ്പെട്ടതാണ്. അവരുടെ ക്യാഷ് ആണത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ് 2. അതായത് അവർ നേരത്തെ ഞാൻ പറഞ്ഞു ആ 1 crore കാര്യം ആലോചിച്ചാൽ മതി. 1 crore കളക്ട് ചെയ്തു, പക്ഷെ ബാക്കി 96 lakhs സ്പെൻഡ് ചെയ്തുള്ളൂ. 96 lakhs ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള 4 ലക്ഷം ആർക്കുള്ളതാ? നമ്മുടെ യൂണിറ്റ് ഹോൾഡേഴ്സിനുള്ളതാണ്. ആ 4 ലക്ഷത്തിൽ നിന്ന് എന്ത് കുറയ്ക്കാം? എക്സ്പെൻസ് കുറയ്ക്കാം. പക്ഷെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് എക്സ്പെൻസ് കുറച്ച് ബാക്കിയുള്ളതെല്ലാം യൂണിറ്റ് ഹോൾഡേഴ്സിനുള്ളതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ബോണ്ട്. അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ലിസ്റ്റഡ് ബോണ്ട് 10,000 ആണ്. 10.5% ആണ് നമ്മളുടെ ഇൻട്രസ്റ്റ് വാല്യൂ. മാർക്കറ്റ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ലിസ്റ്റഡ് ബോണ്ടിൽ. എന്താ മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ? 8.4. അപ്പൊ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ കാൽക്കുലേഷൻ. ആ രീതി പഠിക്കണേ. ഇപ്പോഴാണ് പഠിക്കുന്നത്. ആ രീതി 1 by 1 ആയിട്ട് പഠിക്കും. അപ്പോൾ ലിസ്റ്റഡ് ബോണ്ടിന്റെ വാല്യൂ എടുക്കും നിങ്ങൾ ആദ്യം. ലിസ്റ്റഡ് ബോണ്ടിന്റെ വാല്യൂ 10,000 ബോണ്ട് ഉണ്ട് നമ്പർ ഇൻറ്റു എത്രയാ? 10,000 ഈച്ച്. ഓക്കെ, അപ്പോ 10,000 വാല്യൂ ഉണ്ട് ഇൻറ്റു 10,000 ഈച്ച്. ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി ഇൻറ്റു നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് 10.5 ആണ്. ഇൻറ്റു 10.5% ഡിവൈഡഡ് ബൈ, ജസ്റ്റ് ഒരു മിനിറ്റ്, ഡിവൈഡഡ് ബൈ ഇവിടെ തന്നിരിക്കുന്ന മാർക്കറ്റ് എക്സ്പെക്ടേഷൻ റേറ്റ് ചെയ്യണം. 8.4 ഡിവൈഡഡ് ബൈ 8.4084. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 12.5 crore ആയിരിക്കും. ഇതാണ് ഇതിന്റെ വാല്യൂ. ഒന്നുകൂടി പറയാം, ഈക്വൽ ടു 12.5 crore. അപ്പോ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇതുവരെ ചെയ്ത അതേപോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ തൊട്ട് ഇപ്പൊ ചെയ്ത ഈ 1 2 3 4 എന്ന് പറഞ്ഞ ITESും ഇൻഫ്രാ കമ്പനിയൊക്കെ പറഞ്ഞത് നമ്മളുടെ ഇൻഡെക്സ് 1750 ആണ്. ഇപ്പൊ വാല്യൂഷൻ ഡേറ്റില് 2950 ആണ്.
സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഇത്തിരി വ്യത്യാസമുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ബോണ്ടിന്റെ വാല്യൂഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 12.5 crore എന്ന് പറഞ്ഞാൽ അതെന്ത് കൂടാൻ കാരണം? കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കും സർ. തിരിച്ചാണെങ്കിൽ നിങ്ങളുടെ ആൻസർ മാറും. ഇവിടെ ശ്രദ്ധിക്കും, നമ്മുടെ വാല്യൂ ഇപ്പൊ എത്രയാ? 10 crore ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബോണ്ടിൽ. എത്രയാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്? 10.5 ആണ്. മാർക്കറ്റ് എത്ര ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളായിരുന്നു? 8.4 ആണ്. മാർക്കറ്റ് വെറും 8.4 ആണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഈ കമ്പനി ഈ ലിസ്റ്റഡ് ബോണ്ടിന്റെ എത്ര കൊടുക്കുന്നുണ്ട്? 10.5 കൊടുക്കുന്നുണ്ട്. അപ്പൊ കൂടുതലാണ് കൊടുക്കുന്നത്. അപ്പൊ കോമൺ സെൻസ് ഉപയോഗിച്ചേ വാല്യൂ കൂടുകയോ കുറയോ? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഐ എന്ന് ടൈപ്പ് ചെയ്യൂ, ഡിക്രീസ് ആണെങ്കിൽ ഡി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് 8.4 പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ. ആ സമയത്താണ് ആ പെർട്ടിക്കുലർ ബോണ്ട് 10.5 കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ എന്ത് കൂടും? അതിന്റെ ഡിമാൻഡ് കൂടും. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൈസ് കൂടും. അപ്പൊ 10 crore കൂടുതൽ നമുക്ക് എന്ത് വേണം? പ്രൈസ് വേണം. അപ്പൊ നിങ്ങൾ തിരിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 10,000 into 10,000 divided by 8.4 multiplied by 10,000 10 crore into 8.4 divided by 10.5 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ 8 ആ കിട്ടുക. നിങ്ങൾ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 10 crore into 10 crore ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 10,000 into 10,000 into 10% പകരം 8.4 ഡിവൈഡഡ് ബൈ 10.5 ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ അറൌണ്ട് 8 crore ആവും. എന്ന് പറഞ്ഞാൽ വാല്യൂ കുറയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കോമൺ സെൻസ് ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞ അനലിറ്റിക്കൽ സ്കില്ല്. ഈ ഒരു കുഞ്ഞു അനലിറ്റിക്കൽ സ്കില്ല് ഉണ്ടായാൽ മതി. ആ കുഞ്ഞു അനലിറ്റിക്കൽ സ്കില്ലും പിന്നെ ടെക്നിക്കൽ നോളജും ഉണ്ടെങ്കിൽ SFM അത്ര ടഫായിരിക്കില്ല. ടഫാണ്, അപ്പോഴും ടഫാണ്, അത്ര ടഫായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു ടെക്നിക്കൽ നോളജ് അത് പിന്നീട് കിട്ടും. ഈ ഒരു കുഞ്ഞു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ ചെറിയ വരുന്ന മിസ്റ്റേക്ക് നമുക്ക് ഒഴിവാക്കാം. ഓൾറെഡി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, പിന്നെ ഈ ചെറിയ മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ 12.5 ആണ് വാല്യൂ. അൺലിസ്റ്റഡ് ബോണ്ട് 8 ആണ്. അൺലിസ്റ്റഡ് ബോണ്ട് 8 ആണ്. അൺലിസ്റ്റഡ് ബോണ്ടിൽ വ്യത്യാസമൊന്നുമില്ല, 8. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനി വേറെ ഒന്നുമില്ല. അൺലിസ്റ്റഡ് ബോണ്ട് 8 ആയി. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റർ എടുത്ത് ടോട്ടൽ അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ടോട്ടൽ അസറ്റ് ഉള്ളത് 47.2 പ്ലസ് 27 പ്ലസ് 11.68 പ്ലസ് 52 പ്ലസ് 11.5 പ്ലസ് 2 പ്ലസ് 12.5 പ്ലസ് 8 171.88 ആണ്. ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണേ മറക്കരുത്. ഇവിടെ ലയബിലിറ്റി ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ടോട്ടൽ അസറ്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം NAV-യിൽ. ഇനി അത് കൂടാതെ അപ്പൊ ഇത്രയും 171.88 crore മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിനുള്ളതാണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരാളും കൂടി ഉണ്ട്. എക്സ്പെൻസ് കുറയ്ക്കണം. മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. എക്സ്പെൻസ് പേയബിൾ 3 crore. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നോ എന്താണെങ്കിലും ആ മ്യൂച്വൽ ഫണ്ടുകാർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. അപ്പൊ മൈനസ് 3 crore ഈക്വൽ ടു 168.88 ആണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ അസറ്റ് ഓഫ് ഫണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദ ഫണ്ട്. net asset value of the fund. Net asset value of the fund. For total asset and the value. Net asset value of the fund. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ്.
ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഏത് ഷെയർസ്? മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്? 5.5 crore. 5.5 crore ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് കിട്ടും. NAV പെർ യൂണിറ്റ് കിട്ടും. 168.88 ഡിവൈഡഡ് ബൈ 5.5 ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് അറൌണ്ട് 30.705, റൗണ്ട് ചെയ്യുമ്പോൾ 30.71 പെർ യൂണിറ്റ്. $30.71 per unit. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുത്തോളൂ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതിപ്പോ തീരില്ല. കാരണം റിട്ടേൺ ആണെങ്കിൽ ആ റിട്ടേണുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി ആദ്യം പറയണം. അതിനുശേഷമേ നമ്മൾക്കത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിന് പോകാം. അപ്പൊ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ മൺഡേ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ഒരു 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലാസ്സിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ലേറ്റ് ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് എത്തുന്നതെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതല്ല നമുക്ക് 7 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ മുൻപേ നിങ്ങൾക്ക് ഇതൊന്ന് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. കാരണം അവിടെ നിന്നാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ തൊട്ട് മുമ്പ് ക്ലാസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലോജിക്, ആ ലിങ്ക് നമുക്ക് വിട്ടുപോകില്ല. ഓക്കെ, സോ എഴുതി തീർന്നോ? എഴുതി തീർന്നിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ തീർന്നിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ആക്ച്വലി ഞാൻ CMA ചാപ്റ്ററിൽ കഴിഞ്ഞ സെഷൻ മുതലാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. അത് CFR-നാണ് ക്ലാസ് എടുത്തത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ആ ക്ലാസ് എടുത്ത സെയിം ബാച്ച് തന്നെയാണോ നിങ്ങൾ? യെസ് ഓർ നോ പറയണേ. അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഞാൻ CFR ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ മുമ്പത്തെ ബാച്ച് ആണ്. ശരി, ഓക്കെ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മിക്കവാറും മൺഡേയിലായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഒഫീഷ്യലി ശ്രീലക്ഷ്മി മാം പറയും. ഞാൻ കൊടുത്തിരിക്കുന്നത് മൺഡേ ആൻഡ് ഫ്രൈഡേ ആണ്. സെയിം ടൈം ആയിരിക്കും 7 to 8:30. അപ്പൊ മൺഡേ കാണാം, സെയിം ടൈം 7 to 8:30. താങ്ക് യു എവ്രി വൺ.